Good morning, dear students. Okay, എൻ്റെ പേര് സന്തോഷ് കുമാർ എസ്. ഓക്കെ, അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് മാത്തമെറ്റിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തൽക്കാലം മാത്സ് എടുക്കുന്നത് ഞാനാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും 10ാം ക്ലാസ്സിൽ നിന്നല്ലേ പരീക്ഷ എഴുതി +1 സ്റ്റുഡൻസ് ആയി അല്ലേ? അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്ത സബ്ജക്റ്റ് സയൻസ് ആണ് അല്ലേ? +1 സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ നമുക്ക് മാത്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 10th കഴിഞ്ഞല്ലേ, 10th ഈസിയാണ് +1. അപ്പോൾ നിങ്ങൾ ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പേടി വരുന്ന സബ്ജക്റ്റ് മാത്സാണ് അല്ലേ? അപ്പോൾ പേടിയുള്ള സബ്ജക്റ്റ് മാത്സാണ്. പക്ഷേ എന്നാലും നമ്മൾ 10th ഈസിയാണ് +1. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു 16 ചാപ്റ്റർ പഠിക്കാറുണ്ട്. ടോട്ടൽ 16 ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ ടോട്ടൽ 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്ററും 1, 2, 3 ചാപ്റ്റർ മാത്രമേ കുറച്ച് ഡിഫിക്കൽറ്റി വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററും കറക്റ്റ് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വീക്കിലി ടൈം ഷെഡ്യൂൾ ചെയ്തേക്കുന്ന സിസ്റ്റർ 4 റെക്കോർഡ് ക്ലാസ്സും 1 ലൈവ് ക്ലാസ്സും. ഓക്കെ, അപ്പോൾ 4 റെക്കോർഡ് ക്ലാസ്സും 1 ലൈവ് ക്ലാസ്സും ഒരു വീക്കിലി വരുന്നത്. അപ്പോൾ സാറ് 4 റെക്കോർഡ് ക്ലാസ് ആഴ്ച വരും. ആ ലൈവ് ക്ലാസ് വരുന്ന ദിവസം ആ 4 റെക്കോർഡ് ക്ലാസ് റിലേറ്റഡ് പ്രോബ്ലം ആയിരിക്കും സാർ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 റെക്കോർഡ് ക്ലാസ് തരുന്ന വീക്കിൽ വരുന്ന ലൈവ് ക്ലാസ്സിൽ ആ സാറ് പഠിപ്പിച്ച 4 റെക്കോർഡ് ക്ലാസ് റിലേറ്റ് ചെയ്ത അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നിങ്ങളും കൂടെ എൻ്റെ കൂടെ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ 4 റെക്കോർഡ് ക്ലാസ് നല്ലവണ്ണം പഠിച്ചിട്ട് വേണം ലൈവ് ക്ലാസ് ഇരിക്കാൻ. അപ്പോൾ 4 റെക്കോർഡ് ക്ലാസ് പഠിക്കാതെ ലൈവ് ക്ലാസ് ഇരുന്നാൽ നമുക്ക് കറക്റ്റ് ചെയ്തു പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഒരു വീക്കിൽ 4 റെക്കോർഡ് ക്ലാസ്സും ഒരു ലൈവ് ക്ലാസ്സും വരുന്നുണ്ട്. അപ്പോൾ ആ 4 റെക്കോർഡ് ക്ലാസ് നല്ലോണം ബൈഹാർട്ട് ചെയ്യണം. അത് എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാവൂ. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ആ റെക്കോർഡ് ക്ലാസ്സിൽ വരുന്നതിൻ്റെ അഡീഷണൽ ക്വസ്റ്റ്യനും പ്രീവിയസ് ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ 16 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് സാറ് പറഞ്ഞു. ആ 16 ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് സെറ്റ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററും പിന്നെ പഠിക്കാം. സാറ് ജസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് മാത്രം ഒന്ന് പറയാം. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്, സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഏതാണ്? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. തേർഡ് ചാപ്റ്റർ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ട്രിഗണോമെട്രി നമ്മൾ 10ാം ക്ലാസ് മുതലാണ് പഠിച്ചു തുടങ്ങുന്നത് അല്ലേ? 10ാം ക്ലാസ് ട്രിഗണോമെട്രി, സൈൻ, കോസ്, ടാൻ ഒക്കെ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് ആണ്. അപ്പം തേർഡ് ചാപ്റ്റർ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. ഫോർത്ത് ചാപ്റ്ററും നമ്മളെ കണ്ടിന്യൂഷൻ ആണ്. 10ൽ പഠിച്ച സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു 10th. അപ്പോൾ 10th സെക്കൻഡ് ഡിഗ്രി ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ചാപ്റ്റർ ആണ്. +1 ചാപ്റ്ററിൻ്റെ പേര് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പോൾ 4th ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. 5th ചാപ്റ്റർ, ഓക്കെ, 5th ചാപ്റ്റർ എന്ന് പറയുന്നത് 4th ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് 4th ചാപ്റ്റർ. അത് 5th ചാപ്റ്റർ ആണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നെക്സ്റ്റ് ചാപ്റ്റർ ലീനിയർ ഇൻഇക്വാലിറ്റി. നെക്സ്റ്റ് ചാപ്റ്റർ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. നെക്സ്റ്റ് ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻസ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നമ്മൾ ഈ വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. +2 മുതൽ അങ്ങോട്ട് അതാണ് മൊത്തം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ. പിന്നെ മാത്തമെറ്റിക്കൽ റീസണിങ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റി നമ്മൾ 10th പഠിച്ചതാണ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റി. ഇപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മൾ +1 16 ചാപ്റ്റർ ഉണ്ട്. ഇപ്പോൾ ടൈമിന് കുറവാണ്. ഇപ്പം തന്നെ ആഗസ്റ്റ് ഏകദേശം പകുതി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ലോണം തന്നെ എന്ത് ചെയ്യുക, അന്നൊന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ലോണം തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം സാറ് ഇപ്പോൾ കറക്റ്റ് ഓർഡറിലല്ല സാറ് ചാപ്റ്റേഴ്സ് എടുക്കുന്നത്. നിങ്ങളത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ നോട്ട്ബുക്ക് എടുക്കുക, നോട്ട്ബുക്കിൽ ചാപ്റ്ററിൻ്റെ പേര് എഴുതുക, പഠിപ്പിക്കുന്ന രീതിയിൽ എഴുതി പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ലോണം പഠിക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ, ഇപ്പം സാറ് പറഞ്ഞു 4 റെക്കോർഡ് ക്ലാസ്സും ഒരു ലൈവ് ക്ലാസ്സുമാണ്. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ചാൽ ഡൗട്ട്സ് ഉള്ള പോർഷൻസ് ഞാനൊന്നും കൂടെ ഇന്ന് ക്ലാരിഫൈ ചെയ്ത് തരും. ഓക്കെ, ഇപ്പം സാർ ഇന്ന് എടുക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചു വന്ന ഒരു ചാപ്റ്ററാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ ആ ചാപ്റ്ററാണ് സാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചാപ്റ്ററിൻ്റെ പേര് ആദ്യം എഴുതുക. ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. കോംപ്ലക്സ് നമ്പേഴ്സ് and quadratic equations.
കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇത്ര ഇൻട്രഡക്ഷൻ പോരെ? അപ്പോൾ നല്ലോണം പഠിക്കുക, നമുക്ക് തുടങ്ങാം. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സാർ വിചാരിച്ചത് നിങ്ങൾ 10th പഠിച്ചതിന് തന്നെ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സാർ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ 10th ആദ്യമേ കയറി അങ്ങ് അത്ര ഡിഫിക്കൽറ്റി വേണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ 10th പഠിച്ച് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എല്ലാവർക്കും അറിയാം അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഫോർമുല എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിഞ്ഞൂടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഫോർമുല എന്താണ്? x ഈസ് ഈക്വൽ ടു -b ± √b² - 4ac/2a അല്ലേ? ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? ax² + bx + c ഈസ് ഈക്വൽ ടു 0 അല്ലേ? അതിൽ a എന്തായിക്കൂടാ? a നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c ഈസ് ഈക്വൽ ടു 0, a നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ a 0 ആയി എന്ത് പറ്റും അല്ലേ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ a 0 ആയി ഈ ടൈം ഫുൾ എന്താവും? ഈ ടൈം ഫുൾ 0 ആവും. അപ്പോൾ ഈ ടൈം ഫുൾ 0 ആയി പിന്നെ ഡിഗ്രി 1 ആണ്. ഡിഗ്രി 1 ആണെങ്കിൽ അത് ക്വാഡ്രാറ്റിക് ആവൂല, ലീനിയർ ഇക്വേഷനേ ആവും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ മസ്റ്റായിട്ട് ഏത് 0 ആവരുത്? a 0 ആവരുത്. പക്ഷേ ഏതൊക്കെ 0 ആവാം? ബിയും സിയും വേണമെങ്കിൽ 0 ആവാം, ബട്ട് a നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ a² + bx + c = 0 ആണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം അല്ലേ? ഇനി നമ്മൾ സോൾവ് ചെയ്യുന്ന ഫോർമുല, ആ എക്സിന്റെ വാല്യൂ കാണുന്ന ഫോർമുല നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് പഠിച്ചു, സോൾവിങ് ബൈ ക്വാഡ്രാറ്റിക് ഫോർമുലയും പഠിച്ചു 10th. അപ്പോൾ സോൾവിങ് ബൈ ക്വാഡ്രാറ്റിക് ഫോർമുല ഫോർമുല എന്താണ്? x ഈസ് ഈക്വൽ ടു -b ± √b² - 4ac the whole divided by 2a. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായി ഈ ഫോർമുല. ഇപ്പോൾ x ഈസ് ഈക്വൽ ടു -b ± √b² - 4ac divided by 2a. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഫോർമുല. എല്ലാവർക്കും ഇതറിയാം അല്ലേ? ഇതിൽ അന്ന് നമ്മൾ 2-3 കണ്ടീഷൻ പഠിച്ചു, ഓർമ്മയുണ്ടോ? അന്ന് 2-3 കണ്ടീഷൻസ് പഠിച്ചു, ഓർമ്മയുണ്ടോ? b² - 4ac b² - 4ac ഈക്വൽ ടു 0, b² - 4ac ഗ്രേറ്റർ ദാൻ 0, b² - 4ac ലെസ് ദാൻ 0. ഈ 3 കണ്ടീഷൻ ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? എന്താണ് b² - 4ac ഈക്വൽ ടു 0 ആയ റൂട്ട്സിന്റെ ഒരു പ്രത്യേക നേച്ചർ ഉണ്ട്. എന്താ റൂട്ട്സിന്റെ നേച്ചർ? രണ്ട് റൂട്ട്സും സെയിം ആയിരിക്കും, 2 ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. ഇപ്പോൾ ഈ b² - 4ac വാല്യൂ ഒരു 0 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ അതിന്റെ റൂട്ട്സ് ഇപ്പം നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ട് റൂട്ട്സ് ഉണ്ട്. ആ 2 റൂട്ട്സും എന്തായിരിക്കും? ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. ഇനി b² - 4ac ഗ്രേറ്റർ ദാൻ 0, 0യെക്കാട്ടും ലാർജ് ആയ നമ്പറാണ് b² - 4ac എങ്കിൽ ഇക്വേഷന് 2 ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ഉണ്ട് അല്ലേ? ഇത് പഠിച്ചു വരുന്നു. 2 ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ഉണ്ടെന്ന് പഠിച്ചു. b² - 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇക്വേഷൻ ഹാസ് 2 ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ്, 2 ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ഉണ്ടെന്ന് പഠിച്ചു. ഇനി നമ്മൾ അന്ന് 10th ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ് b² - 4ac ലെസ് ദാൻ 0 മീൻസ് b² - 4ac വാല്യൂ നെഗറ്റീവ്. ലെസ് ദാൻ 0 മീൻസ് 0യെക്കാളും സ്മാൾ. അപ്പോൾ 0യെക്കാളും ചെറുതാണ്, നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അന്ന് പഠിച്ചത് 10th ക്ലാസ്സിൽ പഠിച്ചത് ഇക്വേഷൻ ഹാസ് നോ റിയൽ റൂട്ട്സ് എന്നാണ് അല്ലേ? ഇനി എന്തില്ല? ഇക്വേഷന് റിയൽ റൂട്ട്സ് ഇല്ല എന്നാ പഠിച്ചത് അല്ലേ? അപ്പൊ റിയൽ റൂട്ട്സ് ഇല്ലെന്ന് വെച്ചപ്പോ എന്ത് റൂട്ട്സ് ഉണ്ട്? യെസ്, ഇമാജിനറി റൂട്ട്സ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മള് 10th ക്ലാസ്സിലാണ് ഈ ക്വസ്റ്റ്യൻ. നമ്മൾ ഒരു b² - 4ac ലെസ് ദാൻ 0 എന്ന പ്രോബ്ലം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഈ b² - 4ac പേര് വിളിക്കുക, അറിയാമോ? ഡിസ്ക്രിമിനന്റ്. എന്താണ് ഡിസ്ക്രിമിനന്റ് എന്നാ പറയുന്നത്? അതായത് വിവേചകം. മലയാളത്തിൽ വിവേചകം എന്ന് പറയും. അപ്പോൾ b² - 4ac വിളിക്കുന്ന പേര് ഡിസ്ക്രിമിനന്റ്. അപ്പോൾ ഡിസ്ക്രിമിനന്റ് മീൻസ് വിവേചകം. ഈ ഡിസ്ക്രിമിനന്റ് 0 ആണെങ്കിൽ ഇക്വേഷൻ ഹാസ് 2 ഈക്വൽ റൂട്ട്സ്. b² - 4ac പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഇക്വേഷൻ ഹാസ് 2 ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ്. b² - 4ac നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പഠിച്ചു നോ റിയൽ റൂട്ട്സ്. സോ നമ്മൾ +1 ആകുമ്പോൾ നമ്മൾ 10th എന്താ പഠിച്ചത്? നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും അല്ലേ? നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതും. എയുടെയും ബിയുടെയും സിയുടെയും എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ഓർമ്മയുണ്ട്. എ എന്താ? കോഎഫിഷ്യന്റ് ഓഫ് x². കോഎഫിഷ്യന്റ് ഓഫ് x² ആണ് എ. ഇനി കോഎഫിഷ്യന്റ് ഓഫ് x ആണ് ബി. കോൺസ്റ്റന്റ് ടേം ആണ് സി. എയും ബിയും സി എഴുതും അല്ലേ? അപ്പോൾ ഇക്വേഷൻ എഴുതും. എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ എഴുതും. നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ എഴുതും. x ഈസ് ഈക്വൽ ടു -b ± √b² - 4ac/2a എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? b² - 4ac ഫൈൻഡ് ഔട്ട് ചെയ്യും.
ഇപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ഈസ് നെഗറ്റീവ് ദെയർഫോർ ദ ഇക്വേഷൻ ഹാസ് നോ റിയൽ റൂട്ട്സ് എന്ന് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകും. അതാണ് 10th നമ്മൾ ചെയ്തത്. പക്ഷേ +1 അങ്ങനെ ചെയ്താൽ മാർക്ക് തരത്തില്ല. അതിന് ഇമാജിനറി റൂട്ട്സ് ഉണ്ട്, റിയൽ റൂട്ട്സ് ഇല്ല. പക്ഷെ എന്ത് റൂട്ട്സ് ഉണ്ട്? ഇമാജിനറി റൂട്ട്സ് ഉണ്ട്. ആ ഇമാജിനറി റൂട്ട്സും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ചാപ്റ്റർ സ്റ്റാർട്ടിങ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ സാർ ആദ്യം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കഴിഞ്ഞിട്ട് കോംപ്ലക്സിലോട്ട് പോകും. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ചാപ്റ്റർ. സാർ ആദ്യം നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ 10th പഠിച്ച് വന്നുകൊണ്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫസ്റ്റ് ഒന്ന് നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിലോട്ട് പോകാം. ഇത് റിലേറ്റഡ് ആണ്. ഓക്കെ, ഇനി എന്നിങ്ങനെ ഒരു നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട്സ് നമുക്കറിയാം. നെഗറ്റീവ് റൂട്ട്സ് ഇല്ലെന്നതിന് പഠിച്ചാൽ എങ്ങനെ നെഗറ്റീവിന്റെ റൂട്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. പ്ലീസ് സാർ. അപ്പോൾ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ക്ലാസ് കാണുമ്പോഴും ചാപ്റ്ററിന്റെ പേര് എഴുതണം. എന്നിട്ട് സാറ് പറയുന്ന പോയിന്റ്സ് എല്ലാം എഴുതണം. ഇവിടെ എന്തൊക്കെ എഴുതണം? ആദ്യം സബ് ഹെഡിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്നിട്ട് എഴുതണം ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + a is equal to 0, a not equal to 0. അല്ലേ? ദ സൊല്യൂഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ഫോമിൽ എഴുതണം. x is equal to -b + or - √b² × 4ac/2a. ഇനി a b c എന്താണ്? a എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് x² ആണ്, b എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് x ആണ്, c എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ടേം ആണ്. അല്ലേ? നമ്മൾ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇപ്പോൾ x² + 1 is equal to 0. സോൾവ് x² + 1 is equal to 0. അപ്പോൾ x² + 1 is equal to 0 നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? അല്ലേ? സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ. അല്ലേ? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇവിടെ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് a? a എന്ന് വെച്ചാൽ 1. x² ന്റെ കോഎഫിഷ്യന്റ് ആണ് a = 1. ഇനി എന്താണ് b? ഇവിടെ x ന്റെ ടേം ഉണ്ടോ? ഇവിടെ x ന്റെ ടേം ഇല്ല. അപ്പോൾ b യുടെ വാല്യൂ എന്താണ്? b യുടെ വാല്യൂ 0. b = 0. Then c. What is c? c എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ടേം. the value 1 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ഫോർമുല എഴുതാം. ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുന്ന ഫോർമുല നമുക്ക് എഴുതാം. എന്താണ് ഫോർമുല? x is equal to -b + or - √b² - 4ac the whole divided by 2a. ഇതാണ് ആ ഫോർമുല. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഫോർമുല x is equal to -b + or - √b² - 4ac/2a. നെക്സ്റ്റ് നമുക്ക് b² - 4ac ഫൈൻഡ് ഔട്ട് ചെയ്യാം. b² - 4ac ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇവിടെ b എന്താണ്? 0. അപ്പോൾ 0² മൈനസ് 4 × a. a എന്താണ്? 1. a 1 ആണ്. c എന്താണ്? 1 ആണ്. That is 0² 0, 0 - 4. That is equal to -4. So b² - 4ac യുടെ വാല്യൂ നെഗറ്റീവ് വാല്യൂ കിട്ടി. അല്ലേ? b² - 4ac നെഗറ്റീവ്. അപ്പോൾ 10th നമ്മൾ എങ്ങനെ ചെയ്യുമായിരുന്നു? 10th നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് yes if b² - 4ac is negative therefore the equation has no real roots എന്ന് സ്റ്റോപ്പ് ചെയ്യും. അവിടെ വരെ ആൻസർ ഉള്ളൂ. നമ്മൾ 10th ക്ലാസ് അങ്ങനെ പഠിച്ചത് അല്ലേ? സോ നമ്മളിപ്പോൾ പക്ഷേ +1 സ്റ്റുഡൻസ് ആണ്. കുറച്ചും കൂടെ നമ്മൾ അല്ലേ മാത്സിനെ കുറിച്ച് അറിയാറായി. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ പോരാ. ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒരു പുതിയ ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പുതിയ ലെറ്റർ. ആ ലെറ്ററിന്റെ പേരാണ് I. എന്താണ്? I എന്ന ലെറ്റർ. എല്ലാവർക്കും I എന്ന ലെറ്റർ അറിയാമല്ലോ. സോ ലിസൺ, ഐക്ക് ഒരു വാല്യൂ ഉണ്ട്. അതാണ് സാർ പറയാൻ പോകണം. സോ നമുക്ക് ഇനി സോൾവ് ചെയ്യാൻ പോയിട്ട് സാറ് x is equal to -b. 0 സിമ്പിൾ ഇല്ലല്ലോ. അപ്പോൾ 0 എന്ന് എഴുതിയാൽ മതി. മൈനസ് ഇടണ്ട. 0 + or - √b² - 4ac -4 divided by 2 × a1. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ റൂട്ട്സ് അറിയില്ല. √4 ആയിരുന്നു നമുക്കറിയാം അല്ലേ? √4 എന്താണ്? √4 2 അല്ലേ? പക്ഷെ √-4ന്റെ വാല്യൂ നമുക്ക് അറിയില്ല. സോ ഇത് എങ്ങനെ ചെയ്യാം? ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു പുതിയ ലെറ്റർ പറയുന്ന ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. I എന്ന ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി എങ്ങനെ ഐയിലോട്ട് വരാമെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ x is equal to 0 + or - ഈ √4 നമുക്ക് പ്ലസ് ആയിരുന്നെങ്കിൽ അവിടെ പ്ലസ് വാല്യൂ ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റൂട്ട് ഉണ്ട്. അവിടെ മൈനസ് വന്നതാണ് പ്രശ്നം അല്ലേ? മൈനസ് ആണ് നമുക്ക് അറിയാത്തത്. സോ നമുക്ക് ഈ √-4നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. √4 × -1 divided by 2. 2 × 1 2. ഇങ്ങനെ എഴുതിയ കുഴപ്പമുണ്ടോ? -4 4 × -1 -4 അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഈ സ്റ്റെപ്പും തമ്മിൽ ഡൗട്ട് ആരെങ്കിലും ഉണ്ടോ? -4 is also equal to
4 into minus 1. 4 into minus 1 ആണ് ഇതിൽ -4. ഇനി നമുക്കറിയാം റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. റൂട്ട് എ ബി നമുക്ക് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാം. ഓക്കെ, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് വെച്ചാൽ റൂട്ട് എ ബി ആണ്. അപ്പോൾ ഇവിടെ x is equal to 0 എഴുതണമെന്നില്ല. ഇപ്പോൾ വേണമെങ്കിൽ 0 എഴുതണമെന്നില്ല, പ്ലസ് ഓർ മൈനസ്. ഇവിടെ 0 ആയിട്ട് എഴുതണ്ട. ഇവിടെ ഇതിനെ ഇങ്ങനെ എഴുതുന്നു, റൂട്ട് 4 ഇൻറ്റു റൂട്ട് -1 എന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ റൂട്ട് ഓഫ് 4 ഇൻറ്റു -1, റൂട്ട് ഓഫ് എ ഇൻറ്റു ബി നമുക്ക് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാം. ഇപ്പോൾ റൂട്ട് ഓഫ് എ ബിയെ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതുന്ന ഫോമാറ്റ് കണക്ക് റൂട്ട് ഓഫ് 4 ഇൻറ്റു -1 റൂട്ട് 4 ഇൻറ്റു റൂട്ട് -1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 4ന്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. റൂട്ട് 4 എത്രയാണ്? 2. റൂട്ട് 4 2. ഇതാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലെറ്റർ റൂട്ട് -1. ഈ റൂട്ട് -1 നമ്മൾ എടുക്കുന്ന ലെറ്ററാണ് ഐ. എന്താണ് മറക്കരുത്? റൂട്ട് -1 ഐ ആണ്. അപ്പൊ റൂട്ട് -1 വരെ നമ്മൾ റൂട്ട് -1 ഒന്നും ഇടത്തില്ല. എവിടെ റൂട്ട് -1 കണ്ടാലും അതിന്റെ വാല്യൂ ഐ ആണ്. സോ ഇവിടെ 2i ഡിവൈഡഡ് ബൈ 2. 2i ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ മാത്സിൽ നമ്മൾ റൂട്ട് -1 ഡിനോട്ട് ചെയ്യുന്ന ആ ലെറ്റർ ഏതാണ്? ഐ ആണ്. ഐ. സോ റൂട്ട്, അപ്പോൾ ഇതിന്റെ റൂട്ട് -4 ആയാലും നമ്മൾ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റും. അതിന് നെഗറ്റീവ് അങ്ങോട്ട് മാറ്റിയിടുക, റൂട്ട് -1 മാറ്റുക, ഇത് റൂട്ട് -1 ഐ എന്ന് കൊടുക്കുക. ഇവിടെ 2 കട്ടാവും. ആൻസർ എന്താണ്? പ്ലസ് ഓർ മൈനസ് ഐ ആണ് ആൻസർ. അപ്പോൾ x²+1 നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിന്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ പ്ലസ് ഓർ മൈനസ് ഐ ആണ്. അപ്പോൾ എല്ലാവർക്കും സോൾവ് ചെയ്യുന്ന രീതി മനസ്സിലായോ? ഐ ഇത് ഇത്ര പറഞ്ഞ് ക്വാഡ്രാറ്റിക്, നമുക്ക് ജസ്റ്റ് ക്വാഡ്രാറ്റിക്കേഷൻ തീർക്കാം. ക്വാഡ്രാറ്റിക് തീർത്തതിന് ശേഷം നമുക്ക് കോംപ്ലക്സ് നമ്പറിലോട്ട് വരാം. അപ്പോൾ ഐയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഐയെക്കുറിച്ച് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിക്കും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. റൂട്ട് -1 ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഐ. ഓക്കെ, റൂട്ട് -1 ഡിനോട്ട് ലെറ്റർ ആണ് ഐ. സോ ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ സാറ് പറയാം. x²+1 = 0 സോൾവ് ചെയ്യാൻ നമ്മൾ 10th പഠിച്ച അതേ ഫോമാറ്റ് ആണ്, 10th പഠിച്ച അതേ രീതി. ആരും പേടിക്കേണ്ട, മാത്സ് ഈസിയാണ്, പേടിക്കേണ്ട. സോ x²+1 = 0. സാറ് പറഞ്ഞു x² കോഎഫിഷ്യന്റ് ആണ് a. അപ്പോൾ a = 1. ഇനി b എന്ന് വെച്ചാൽ എക്സിന്റെ ഇവിടെ എക്സിന്റെ ടൈം ഇല്ല, അതുകൊണ്ട് ബിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഇനി എന്താണ് c എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ടൈം 1. ഇനി എന്താണ് സോൾവ് ചെയ്യുന്ന ഫോർമുല? x is equal to -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² - 4ac/2a ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഫോർമുല. നമ്മൾ 10th ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, സോ ഹിയർ നമ്മൾ ഫസ്റ്റ് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും? b² - 4ac ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ b² - 4ac is equal to b 0 ആണ്. 0² - 4 into a1 into c1. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 into 1 into 1 -4. 0 - 4 that is equal to -4. സോ നമ്മൾ 10th വരെ ആണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് എഴുതും. ഇഫ് b² - 4ac is negative value, therefore the equation has no real roots എന്ന് സ്റ്റോപ്പ് ചെയ്യും 10th. സോ +1 നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ കറക്റ്റ് റൂട്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്തേ പറ്റൂ. സോ അതിന് വേണ്ടി ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്നു. -b 0. സോ 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² - 4ac, അത് ഈസ് -4 ഡിവൈഡഡ് ബൈ 2 into a 2 into 1. ഇനി റൂട്ട് -4 സ്പ്ലിറ്റ് ചെയ്യുന്നു. റൂട്ട് -4 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4 into -1 എഴുതാം. 4 into -1. സോ 4 into -1. ഇനി റൂട്ട് ഓഫ് നമുക്ക് പറഞ്ഞു റൂട്ട് എ ബി എങ്ങനെ എഴുതാം? റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാം. ഓക്കെ, റൂട്ട് എ ഇൻറ്റു ബി എങ്ങനെ എഴുതാം? റൂട്ട് എ ഇൻറ്റു ബി റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാം. സോ ഇവിടെ 0 നമുക്ക് എഴുതണ്ട, പ്ലസ് ഓർ മൈനസ് ഈ റൂട്ട് ഓഫ് 4 into -1, 4 into -1 റൂട്ട് 4 into റൂട്ട് -1 എഴുതാം ഡിവൈഡഡ് ബൈ 2. ഇനി ഈ റൂട്ട് -1, ഈ റൂട്ട് -1ന്റെ വാല്യൂ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ഐ. റൂട്ട് -1 ആണ് ഐ. സോ റൂട്ട് -1 ഐ എന്ന് കൊടുക്കുക ഡിവൈഡഡ് ബൈ 2. ഈ 2 കട്ടാവും. ആൻസർ എന്താണ്? പ്ലസ് ഓർ മൈനസ് ഐ. ക്ലിയർ അല്ലേ? പ്ലസ് ഓർ മൈനസ് ഐ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്യുന്നത് നമ്മൾ 10th പഠിച്ചില്ല അല്ലേ? ഇപ്പോൾ ഈ +1 പഠിക്കുന്നത്. അപ്പോൾ എക്സാമിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് 1-2 ക്വസ്റ്റ്യൻ എന്തായാലും സോൾവ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, നമുക്ക് ആ സൊല്യൂഷനിലോട്ട് തന്നെ പോകാം. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കോംപ്ലക്സ് നമ്പറിലോട്ട് വരാം. കുഴപ്പമില്ലല്ലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Solve each of the following quadratic equation. Solve each of the following quadratic equations.
Solve each of the following quadratic equation. First question, x square plus 3 equal to 0. A square plus 3 is equal to 0. എല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് എന്ത് എഴുതും? എ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ 1. ബി എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. ഇവിടെ എക്സിന് ടൈം ഇല്ല, സോ ബി ഈക്വൽ ടു 0. നെക്സ്റ്റ് സി എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ടൈം 3 അല്ലേ? ഇനി എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും? ബി സ്ക്വയർ മൈനസ് 4ac ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ ബി എന്താണ്? 0 സ്ക്വയർ മൈനസ് 4 into a1 c3 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 12 എന്ന് വരും. 0 മൈനസ് 12 മൈനസ് 12. ഇനി ഫോമുല എഴുതും അല്ലേ? എന്താണ് ഫോമുല? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി. ഇതൊക്കെ നമ്മൾ 10th പഠിച്ചതാണ്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോണത്. നിങ്ങൾക്ക് എല്ലാം അറിയാം, നല്ലോണം അറിയാവുന്നതാണ്. സോ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ദ ഹോൾ ഡിവൈഡഡ് ബൈ 2a 2 into a അല്ലേ? സോ മൈനസ് ബി വരും. ഇവിടെ 0 ആണ് എഴുതുന്നത്. മൈനസ് ഇടണ്ട, 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac മൈനസ് 12 divided by 2 into a 2 into 1 that is equal to x is equal to ഇവിടെ 0 എഴുതണ്ട, പ്ലസ് ഓർ മൈനസ്. സാർ എന്താ നേരത്തെ പറഞ്ഞേ? മൈനസ് 12. ഈ മൈനസ് 12 എങ്ങനെ എഴുതാം? നമുക്ക് റൂട്ട് മൈനസ് 12 എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 12 into മൈനസ് 1 എന്ന് എഴുതാം. ആർക്കും സംശയം ഉണ്ടാ? മൈനസ് 12 എങ്ങനെ എഴുതാം? 12 into മൈനസ് 1. 12 into മൈനസ് 1 എന്താണ്? മൈനസ് 12 ആണ്. ഡിവൈഡഡ് ബൈ 2 that is equal to plus or minus ഈ റൂട്ട് ഓഫ് 12 സാർ പറഞ്ഞു റൂട്ട് ഓഫ് a into b. റൂട്ട് ഓഫ് a into b നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? റൂട്ട് a into റൂട്ട് b എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് ഓഫ് a into b റൂട്ട് a into റൂട്ട് b എന്ന് എഴുതാം. ഇവിടെ എങ്ങനെ എഴുതാം? പ്ലസ് ഓർ മൈനസ് റൂട്ട് 12 into റൂട്ട് മൈനസ് 1 അല്ലേ? ഡിവൈഡഡ് ബൈ 2 that is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് 12. നമുക്ക് ഈ 12 നെ ഫാക്ടറൈസ് ചെയ്യാം. ഈ 12 നെ ഫാക്ടറൈസ് ചെയ്താൽ 12 നെ ഫാക്ടറൈസ് അറിയാമോ? 12 നെ ഫാക്ടറൈസ് ചെയ്യാൻ 2. how many times? 6 2s are 12. again 2 3 അല്ലേ? സോ ഈ റൂട്ട് 12 എന്ത് എഴുതാം? റൂട്ട് 2 into 2 into 3. റൂട്ട് 12 സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് ഓഫ് 2 into 2 into 3 എന്ന് എഴുതാം. ഇൻറ്റു സാർ പറഞ്ഞു എന്താണ് റൂട്ട് മൈനസ് 1? റൂട്ട് മൈനസ് 1 വന്നാൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത ലെറ്റർ ഏതാണ്? ഐ. സോ ഇൻറ്റു ഐ. അപ്പോൾ റൂട്ട് മൈനസ് 1 സാർ ഐ എന്ന് കൊടുത്താൽ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്. ഈ നമുക്കറിയാം റൂട്ടിനകത്ത് 2 2 കൊണ്ട് ഒരു 2 റൂട്ടിന് പുറത്തെടുക്കാമല്ലോ. പഠിച്ചില്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഇവിടെ 2 സോ 2 ഇനി പുറത്തെടുക്കാം, റൂട്ടിന് പുറത്തെടുക്കാം. സോ 2 റൂട്ട് 3 ഐ ഡിവൈഡഡ് ബൈ 2. ഈ 2 കട്ടാവും. പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 ഐ. ഓരോ സ്റ്റെപ്പ് നോക്കി, ഡൗട്ട് ഉണ്ടോ നോക്കി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുക, ഓരോ സ്റ്റെപ്പായിട്ട് നോക്കുക. a square plus 3 is equal to 0, a is equal to 1, b is equal കൊടുത്തു. b square is 4ac. അപ്പോൾ 0 square minus 4 into 1 into 3 അല്ലേ? അപ്പോൾ that is equal to minus 12. നമുക്ക് അറിയാം. ആ ഫോമുല എഴുതാം. x is equal to minus b plus or minus root of b square is 4ac by 2a വാല്യൂ കൊടുത്തു അല്ലേ? ഇവിടെ എന്ത് വന്നു? മൈനസ് 12 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 12 into minus 1. 12 into minus 1 എന്ന് എഴുതാം. ഇനി അതിന് എന്താണ് റൂട്ട് മൈനസ് 1? ഐ ആണ്. 12 ഫാക്ടറൈസ് ചെയ്തു അല്ലേ? 2 into 2 into 3. 2 2 നമുക്ക് ഒരു 2 പുറത്തെടുക്കാം. റൂട്ട് 3 ആയി. ഒരു 2 കട്ട് ചെയ്യും. റൂട്ട് 3 എന്ന് വരും. ക്ലിയർ ആണേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സോൾവ് 2x square plus x plus 1 is equal to 0. 2x square plus x plus 1 is equal to 0 അല്ലേ? നമ്മൾ 10th പഠിച്ച അതേ ഫോമിൽ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് a is equal to 2, b is equal to 1, c constant term 1. a x square ന്റെ കോഎഫിഷ്യന്റ് 2, b x ന്റെ കോഎഫിഷ്യന്റ് 1, c 1. ഫസ്റ്റ് നമുക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. b square minus 4ac ഫൈൻഡ് ഔട്ട് ചെയ്യാം. 1 square b 1 ആണ്. അപ്പോൾ b square 1 square minus 4 into a. What is a? 2 into c is 1. So that is equal to 1 square 1 minus 4 into 2 into 1. That is minus 8. 1 minus 8 minus 7. Okay, b square minus 4ac minus 7. Next is solve in the formula. Quadratic equation solve in the formula അറിയാലോ. x is equal to minus b plus or minus root of b square minus 4ac the whole divided by 2a is the quadratic formula. That is equal to minus b. What is b? b is 1. So b is 1, then minus b ആകുമ്പോൾ minus 1 plus or minus root b square minus 4ac. b square minus 4ac എന്താണ്? minus 7. The whole divided by 2 into a. 2 into a. What is a? a2.
ദാറ്റ് ഈസ് -1 പ്ലസ് ഓർ ഇനി പറഞ്ഞ എല്ലാവരും ഈ റൂട്ട് -7 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് -7 റൂട്ട് 7 ഇൻറ്റു -1 അല്ലേ? 7 ഇൻറ്റു -1 എഴുതിക്കൂടെ? 7 ഇൻറ്റു -1 -7 കറക്റ്റ് ആണേ. സോ ഈ -7 ആറ് 7 ഇൻറ്റു -1 എഴുതുന്നു. 7 ഇൻറ്റു -1 7 ഇൻറ്റു -1 ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഓക്കെ, -7 റൂട്ട് ഓഫ് 7 ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ 4. 2 ഇൻറ്റു 2 4. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ്. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് 7 ഇൻറ്റു -1 എങ്ങനെ എഴുതാം? റൂട്ട് 7 ഇൻറ്റു റൂട്ട് -1 അല്ലേ? റൂട്ട് 7 ഇൻറ്റു റൂട്ട് എ ഇൻറ്റു ബി നമുക്ക് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാം. അതുപോലെ റൂട്ട് ഓഫ് 7 ഇൻറ്റു -1 റൂട്ട് 7 റൂട്ട് -1 ഡിവൈഡഡ് ബൈ 4. നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 7. വാട്ട് ഈസ് റൂട്ട് -1? വാട്ട് ഈസ് റൂട്ട് -1? I. എന്താണ് I? ഓക്കെ, സോ റൂട്ട് 7i ഡിവൈഡഡ് ബൈ 4. നമുക്ക് രണ്ട് റൂട്ട്സ് ആയിട്ട് ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്. അപ്പോൾ രണ്ട് റൂട്ട്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ഫസ്റ്റ് -1 പ്ലസ് റൂട്ട് 7i ബൈ 4. ഫസ്റ്റ് റൂട്ട് -1 പ്ലസ് റൂട്ട് 7i ബൈ 4. നെക്സ്റ്റ് റൂട്ട് ഏതാണ്? -1 മൈനസ് റൂട്ട് 7i ബൈ 4 കോമ -1 പ്ലസ് റൂട്ട് 7i ബൈ 4. നെക്സ്റ്റ് -1 മൈനസ് റൂട്ട് 7i ബൈ 4. ക്ലിയർ ആണെന്ന് നോക്കിയേ? ഡൗട്ട് ഉണ്ടോ? ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഈസിയാണ്. അപ്പോൾ ഇത് കണക്ക് കറക്റ്റ് ചെയ്താൽ മതി, നമുക്ക് ഈസിയാണ്. സാർ എല്ലാ പ്രോബ്ലം ചെയ്തു തരാം. ഓക്കെ, സോ നമുക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് നല്ലോണം കറക്റ്റ് അറിയാമെന്ന് സാർ അറിയില്ല. അതുകൊണ്ട് സാർ എല്ലാ പ്രോബ്ലം ചെയ്തു തരും. വീഡിയോ ഇപ്പം കറക്റ്റ് നമ്മൾ ഡയറക്റ്റ് ക്ലാസ് റൂം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻ കറക്ഷൻ ഇതെല്ലാം ഞാൻ ചെയ്തു തരാം. എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു തരാം. കാരണം നിങ്ങൾക്ക് എത്ര പേർക്ക് നല്ലോണം അറിയില്ല. അതുകൊണ്ട് എല്ലാ പ്രോബ്ലം സാർ ചെയ്തു തരും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. Next third question, x square plus 3x plus 9 is equal to 0. So solve x square plus 3x plus 9 is equal to 0. Now first it is a quadratic equation. First a യും b യും c യും find out ചെയ്യുക. a b c. So a coefficient of x square. Like a is coefficient of x square, that is the value of a is equal to 1. b x in the coefficient b is equal to 3. C is a constant term, that is c is equal to 9. First find out b square minus 4ac. So b square minus 4ac is equal to b 3 ആണ്. 3 square minus 4 into a എത്ര 1 into c എത്ര 9. So 3 square minus 4 into 1 into 9. Okay. So what is 3 square? 9. 4 into 9, 36. Okay. What is 9 minus 36? 27 ആണോ minus 27 ആണോ? How much? Minus 27. Correct ആണോ? ആണല്ലോ. So that is equal to minus 27. Large minus മാറാണ് -27. നമുക്ക് ഈ ഫോമിൽ എഴുതാം. x is equal to minus b plus or minus root of b square minus 4ac the whole divided by 2a. ആണേ? So x is equal to minus b. How much b? What is b? 3. So b equal to 3 ആണ്. So minus 3 plus or minus root of minus 27. b square minus 4ac minus 27 ആണ്. So root of minus 27 divided by 2 into a. 2 into a. What is a? 1. 2 into 1. So that is equal to minus 3 plus. സാർ എന്താ പറഞ്ഞു? ഇങ്ങനെ എന്ത് ചെയ്യണം? നമുക്ക് നെഗറ്റീവ് റൂട്ടിനെ ഇടാൻ പറ്റത്തില്ല അല്ലേ? അതിന് വാല്യൂ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ റൂട്ട് -27 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? റൂട്ട് ഓഫ് 27 into -1. അപ്പോൾ 27 into -1 എന്താണ്? -27 ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 പ്ലസ് ഓർ മൈനസ്. നമുക്ക് ഈ റൂട്ട് ഓഫ് 27 into -1 രണ്ട് റൂട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണ്? റൂട്ട് 27 into റൂട്ട് -1 അല്ലേ? റൂട്ട് ഓഫ് 27 into -1 നമുക്ക് 2 റൂട്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ റൂട്ട് 27 റൂട്ട് -1
divided by 2. Okay, that is equal to minus 3 plus or minus ഇവിടെ root 27. What is root minus 1? I. Root 27 I divided by 2. Divided by 2. Clear ആണ്? നെക്സ്റ്റ് നമുക്ക് ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഈ 27 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 27 ഫാക്ടറൈസ് ചെയ്യുമ്പം 27 2 അടങ്ങുമോ? ഇല്ല, അല്ലെ, ഓഡ് നമ്പറാണ്. ഓഡിന് 2 അടങ്ങൂല. നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3. സോ 3 9 3s are 27. 9 3s are 27. Again 3, അല്ലെ, വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 3s are 9. ഓക്കെ, സോ എങ്ങനെ എഴുതാം? സോ -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഈ 27 3 into 3 into 3 എന്ന് എഴുതാം. 27 3 into 3 into 3 മൾട്ടിപ്ലൈ നോക്കിയാൽ 3 into 3 9, 9 into 3 27. പിന്നെ I പുറത്ത് ഡിവൈഡഡ് ബൈ 2. സോ ബാലൻസ് ഇങ്ങോട്ട് സാർ എഴുതാം. സോ ലിസൺ, -3 പ്ലസ് ഓർ മൈനസ് ഇവിടെ നമുക്ക് 2 3 ഉണ്ട്. റൂട്ടിനകത്ത് 2 3 ഉണ്ട്. ഒരു 3 റൂട്ടിന് പുറത്തെടുക്കാമല്ലോ. സോ ഒരു 3 സാർ പുറത്തെടുക്കുന്നു. 3 പിന്നെ ഒരു 3 റൂട്ട് 3 റൂട്ട് 3 I divided by 2. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനെ 2 റൂട്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 2 റൂട്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ കോമൺ 3 എടുക്കാം. കോമൺ 3 എടുത്താലും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? കോമൺ 3 എടുത്താലും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കോമൺ 3 എടുക്കണമെന്നില്ല. നമുക്ക് 2 റൂട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് റൂട്ട് ഏതാണ്? -3 പ്ലസ് 3 റൂട്ട് 3 I divided by 2. ഫസ്റ്റ് റൂട്ട്. നെക്സ്റ്റ് റൂട്ടോ -3 മൈനസ് 3 റൂട്ട് 3 I divided by 2. So that are the roots. Okay, once more പറയാം. a square plus 3x plus 9 is equal to 0 equation. First a യും b യും c യും സാർ എഴുതി. Then b square minus 4ac യുടെ വാല്യൂ കണ്ടുപിടിച്ചു. 3b square 3 square minus 4 into a 1 c 9. Then 3 square 9 ആണ്. 4 into 1 4, 4 into 9 36. 9 minus 36 minus 27. ഇനി ഫോർമുല എഴുതുന്നു. x is equal to സോൾവ് ചെയ്യുന്ന ഫോർമുല x is equal to -b plus or minus root of b square minus 4ac by 2a. എന്താണ് മൈനസ് ബി? ബി എന്ന് വെച്ചാൽ 3 ആണ്. മൈനസ് ബി ആകുമ്പോൾ -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ -27 ഡിവൈഡഡ് ബൈ 2 into 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -3 പ്ലസ് ഓർ മൈനസ് ഈ -27 നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം, അല്ലേ? എങ്ങനെ? 27 into -1. 27 into -1 -21 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 2. ഇനി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് 27 into റൂട്ട് -1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, എന്താ വാട്ട് ഈസ് റൂട്ട് -1? റൂട്ട് -1 വാല്യൂസ് I എന്ന് സാർ പറഞ്ഞു. സോ -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 27 I ഡിവൈഡഡ് ബൈ 2 ആണേ. ഇനി നമുക്ക് 27 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും, പുറത്തെടുക്കാം. സോ 27 ഫാക്ടറൈസ് ചെയ്യുന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 3s are 27. എഗെയിൻ 3 കൊണ്ട് 3. സോ റൂട്ട് 27 പോലെ നമുക്ക് ഇത് എഴുതാം. -3 പ്ലസ് ഓർ മൈനസ് 3 into 3 into 3 റൂട്ട് ഓഫ് 3 into 3 into 3 I ഡിവൈഡഡ് ബൈ 2. നമുക്ക് റൂട്ടിനകത്ത് 2 3 ഉണ്ട്. ഒരു 3 റൂട്ടിന് പുറത്തെടുക്കാം, അല്ലേ? സോ -3 പ്ലസ് ഓർ മൈനസ് ഒരു 3 പുറത്തെടുക്കുന്നു. 3 റൂട്ട് 3 I by 2. നമ്മളിവിടെ വേണമെങ്കിൽ 3 കോമൺ എടുക്കാം. പക്ഷേ 3 കോമൺ എടുക്കാൻ ക്യാൻസൽ ചെയ്യേണ്ട. നമുക്ക് അങ്ങനെ ഇട്ടിരുന്നാൽ മതി. സോ -3 പ്ലസ് 3 റൂട്ട് 3 I by 2. അടുത്ത -3 മൈനസ് 3 റൂട്ട് 3 I by 2. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണോ? നോക്കിയേ. ഓക്കെ, ഓടിച്ച് നോക്കുക. സ്പീഡപ്പ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുക. നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇവിടെ സോൾവ് -x square plus x minus 2 is equal to 0. -x square plus x minus 2 is equal to 0. Okay, first നമുക്ക് a. What is a? A equal to -1. Next b equal to 1. Next c is equal to -2. Clear അല്ലേ? a -1 x square കോഎഫിഷ്യന്റ്, b x ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്. c എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ടേം ആണ് -2. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് b square minus 4ac equal to b 1 square minus 4 into a minus 1 ആണ്, അല്ലേ? അപ്പോൾ -1 into -4 into -1 into c minus 2. That is equal to
1 square 1, minus into minus plus. ആദ്യം നമുക്ക് സിമ്പിൾ സെൻഡ് ചെയ്യാം. മൈനസ് into minus plus, plus into minus minus. 4 into 1 4, 4 into 2 8. What is 1 minus 8? Minus 7. അല്ലേ? 1 minus 8 minus 7. ഇനി ഫോർമുല. What is the formula? Solve ചെയ്യുന്ന for x is equal to minus b plus or minus root of b square minus 4ac the whole divided by 2a is the formula. Clear അല്ലേ? That is equal to minus b. What is b? 1. Minus b ആകുമ്പോൾ minus 1 plus or minus root b square minus 4ac. What is b square minus 4ac? Minus 7 divided by 2 into a. What is a? A minus 1. So minus 1 plus or minus ഈ റൂട്ട് മൈനസ് 1 സ്പ്ലിറ്റ് ചെയ്യാലോ അല്ലേ സാർ അങ്ങനെ പറയാം റൂട്ട് മൈനസ് 1 സ്പ്ലിറ്റ് ചെയ്യാൻ എഴുതാം റൂട്ട് ഓഫ് 7 into minus 1 7 into minus 1 okay so 7 into minus 1 divided by minus 2 2 into minus 1 minus 2 next step minus 1 plus or minus ഇവിടെ റൂട്ട് ഓഫ് 7 into minus 1 നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ that is root 7 into root minus 1 divided by minus 2 അപ്പോൾ root of 7 into minus 1 root of 7 into minus 1 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം root 7 into root minus 1 divided by minus 2 that is equal to minus 1 plus or minus ഇവിടെ root 7 what is root minus 1 I അല്ലേ root minus 1 I ആണ് divided by minus 2 ക്ലിയർ അല്ലേ നമുക്ക് എത്ര റൂട്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം പിന്നെ 2 റൂട്ട്സ് ആയിട്ട് ഇവിടെ കോമൺ എടുക്കാവുന്നതിൽ 2 റൂട്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു ആൻസർ minus 1 plus root 7i divided by minus 2 ഒരു റൂട്ട് അല്ലേ വേണമെങ്കിൽ മൈനസ് എന്ന് ന്യൂമറേറ്റർ കൊണ്ടുപോകാം വേണമെങ്കിൽ ഇവിടെ ഇട്ടുതരാൻ മതി പക്ഷേ മൈനസ് വേണമെങ്കിൽ എഴുതാം ഓക്കെ സോ കോമ നെക്സ്റ്റ് റൂട്ട് ഏതാണ് minus 1 minus root 7i divided by minus 2 അത് മൈനസ് അങ്ങ് ന്യൂമറേറ്റർ കൊണ്ടുപോകും സോ മൈനസ് ന്യൂമറേറ്റർ എടുത്തു മൈനസ് ഓഫ് minus 1 plus root 7i by 2 മൈനസ് അങ്ങ് ന്യൂമറേറ്റർ ഇട്ടു കോമ ഇവിടെയും മൈനസ് അങ്ങ് ന്യൂമറേറ്റർ ഇടുമ്പോൾ മൈനസ് ഓഫ് -1 minus root 7i divided by 2 ഓക്കെ ഇനി മൈനസ് ഉണ്ടെങ്കിൽ അതൊക്കെ മൾട്ടിപ്ലൈ മൈനസ് ഒന്ന് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ മൈനസും പ്ലസ് ആവും ദാറ്റ് ഈസ് 1 minus root 7i by 2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 ആവും ഈ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആവും മൈനസ് റൂട്ട് 7i ഡിവൈഡഡ് ബൈ 2 കോമ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും 1 ഈ മൈനസ് പ്ലസ് ആവും 1 പ്ലസ് റൂട്ട് 7i ഡിവൈഡഡ് ബൈ 2 കറക്റ്റ് നോക്കി ഓരോ സ്റ്റെപ്പായിട്ട് നോക്കി കറക്റ്റ് ആയിട്ട് നോക്കൂ ഡൗട്ട് ഉണ്ടോ ക്ലിയർ അല്ലേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഈ മൈനസ് അങ്ങ് ന്യൂമറേറ്റർ ഇട്ടു മൈനസ് അങ്ങ് ന്യൂമറേറ്റർ ഇടുമ്പോൾ മൈനസ് ഓഫ് -1 plus root 7i by 2 ആവും ഇവിടെ മൈനസ് അങ്ങ് മൂന്നിട്ട് മൈനസ് ഓഫ് -1 minus root 7 by 2 നെക്സ്റ്റ് -1 ഓപ്പൺ ചെയ്യും -1 പ്ലസ് 1 -1 root 7 minus root 7i by 2 ഇവിടെ -1 ഓപ്പൺ -1 പ്ലസ് 1 -1 പ്ലസ് root 7i by 2 ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇന്ന് ഇപ്പം സ്റ്റോപ്പ് ചെയ്യാം ഇപ്പം നല്ലോണം പഠിക്കുക ഇത്രയും ടോപ്പിക്ക് കറക്റ്റായിട്ട് പഠിക്കുക കുറച്ച് നമ്മൾ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ നമ്മൾ പഠിച്ചിരിക്കുന്ന ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതിൽ കോംപ്ലക്സ് നമ്പേഴ്സ് അത് സ്റ്റാർട്ട് ചെയ്തില്ല നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 10th ബാലൻസ് ആൻഡ് പോർഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഫോമുല പഠിക്കുക x is equal to -b plus or minus root of b square minus 4ac by 2a എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് x സ്ക്വയർ b എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് x c എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ടൈം ഇനി സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്കറിയാം ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c is equal to 0 a not equal to 0 ax 0 ആവരുത് ഓക്കെ ഇനി നമ്മൾ പഠിച്ച പുതിയ കാര്യമാണ് i എന്ന ലെറ്റർ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് i റൂട്ട് മൈനസ് 1 ആണ് ഐ അല്ലേ അതെങ്ങനെ എടുക്കുന്ന അറിയാം അപ്പോൾ റൂട്ട് ഓഫ് -4 എന്ന് വന്നാൽ റൂട്ട് ഓഫ് -4 എന്ന് അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം 4 ഇൻറ്റു റൂട്ട് ഓഫ് 4 ഇൻറ്റു -1 എഴുതാം അല്ലേ റൂട്ട് ഓഫ് -4 വന്നാൽ അതിനെ റൂട്ട് ഓഫ് 4 ഇൻറ്റു -1 ഇനി റൂട്ട് ഓഫ് 4 ഇൻറ്റു -1 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം റൂട്ട് 4 ഇൻറ്റു റൂട്ട് -1 റൂട്ട് 4 ഇൻറ്റു റൂട്ട് -1 റൂട്ട് 4ൻ്റെ വാല്യൂ നമുക്കറിയാം 2 ആണ് റൂട്ട് -1 എന്ത് കൊടുക്കാം i എന്ന് കൊടുക്കാം സോ ദ ആൻസർ 2i ആണ് ഓക്കെ അപ്പോൾ ഇത്രയും നല്ലോണം നോക്കുക ഓക്കെ ഇത്രയും കറക്റ്റായിട്ട് നോക്കി പഠിക്കുക നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു